ബി.ജെ.പി. ഭരിക്കുന്ന തൃപ്പൂണിത്തുറ നഗരസഭയിൽ പാവപ്പെട്ടവർക്കുള്ള ആശ്രയ കിറ്റ് വിതരണം മുടങ്ങിയിട്ട് 8 മാസമായിരിക്കുന്നു. ഓണം എത്താറായിട്ടും കിറ്റ് വിതരണം ചെയ്യാത്തതിനാൽ അന്നം മുട്ടിയ ഗുണഭോക്താക്കൾ നഗരസഭയ്ക്ക് മുന്നിൽ കുത്തിയിരിപ്പ് സമരം നടത്തുകയാണ്. പാവപ്പെട്ട കുടുംബാംഗങ്ങൾക്ക് പിന്തുണയുമായി LDF കൗൺസിലർമാരും പ്രതിഷേധ സമരത്തിൽ പങ്കാളികളായി. നമുക്ക് ഉമേഷ് ഉണ്ട് വിശദമായ വിവരങ്ങൾ പങ്കുവയ്ക്കുവാൻ വേണ്ടി. പാവപ്പെട്ടവർക്ക് അല്ലല്ലാതെ കഴിയാൻ സർക്കാർ തദ്ദേശ സ്ഥാപനങ്ങൾ വഴി വിതരണം ചെയ്യുന്നതാണ് ആശ്രയ കിറ്റ് പദ്ധതി. ഈ കിറ്റ് വിതരണം തൃപ്പൂണിത്തുറ നഗരസഭയിൽ മുടങ്ങിയിട്ട് കഴിഞ്ഞ 8 മാസം കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഇതിനു മുൻപ് LDF ആണ് തൃപ്പൂണിത്തുറ നഗരസഭ ഭരിച്ചിരുന്നത്. ആ ഘട്ടത്തിലൊന്നും ഒട്ടും തന്നെ മുടങ്ങാതെ കിറ്റ് വിതരണം ചെയ്തിരുന്നത്. പക്ഷേ തൃപ്പൂണിത്തുറ നഗരസഭയിൽ BJP അധികാരത്തിൽ വന്നതോടെ കിറ്റും വിതരണവും മുടങ്ങിക്കഴിഞ്ഞു. കഴിഞ്ഞ 8 മാസമായി ഈ പാവപ്പെട്ടവർക്ക്, ആശ്രയമില്ലാത്തവർക്ക് ഈ കിറ്റ് ഇപ്പോൾ ലഭ്യമല്ല. അതാണ് അവരെ ഈ തെരുവിലേക്ക് എത്തിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചത്. എന്താണ് അമ്മ, ഈ കിറ്റ് മുടങ്ങിയിട്ട് കുറേ കാലമായോ? ഇല്ല, കിട്ടിയിട്ടില്ല ഇതുവരെ. എത്ര നാളായി? 8 മാസമായിട്ട് കിട്ടുന്നില്ല. ഞങ്ങൾ ഇത് കിട്ടിയിട്ടാണ് ഞങ്ങൾ കാര്യം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എനിക്കാണെങ്കിലും പണിക്ക് പോകാനൊന്നും പറ്റില്ല. എൻ്റെ ഭർത്താവിന് സുഖമില്ലാത്തതാണ്. അപ്പം ഞാനിത് കിട്ടിയിട്ടാണ് ഞങ്ങൾ കഴിഞ്ഞു പോണത്. ഈ 8 മാസം മുമ്പാണ് ഭരണം മാറി വന്നത്. ഇപ്പം എന്താണ് ഇവർ, ഈ ഭരണസമിതി എന്താണ് പറയുന്നത്? നിങ്ങൾ ഒരു നഗരസഭയുടെ ഭാഗത്ത് നിന്ന് അടയ്ക്കേണ്ട തുക അടയ്ക്കാനുണ്ട്. അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരും പൈസ അടച്ചിട്ടില്ല. ഇത് സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ വയറ്റത്തടിക്കുന്ന ഒരു നിലപാടാണ് സർക്കാർ എടുത്തിട്ടുള്ളത്. ആശ്രയ കുടുംബങ്ങൾ, നമ്മുടെ ഈ നഗരസഭയ്ക്കകത്ത് മാത്രം 328 ആശ്രയ കുടുംബങ്ങളുണ്ട്. ആ ആശ്രയ കുടുംബങ്ങൾക്ക് കിട്ടേണ്ട കിറ്റ് മാസങ്ങളായിട്ട് ലഭിച്ചിട്ടില്ല. അവർക്ക് കിറ്റ് കൊടുക്കുന്നത് തന്നെ എന്തുകൊണ്ടാണ്? അവർ അതിനുള്ള സാഹചര്യത്തിൽ ജീവിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ അവർ ആ സാഹചര്യത്തിൽ തന്നെ ജീവിച്ചോട്ടെ, അവർക്ക് ഓണവുമില്ല വിഷുവുമില്ല എന്നുള്ളൊരു നിലപാടാണ് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എന്നുള്ള നിലയ്ക്ക് നഗരസഭയും സംസ്ഥാന സർക്കാരും എടുത്തിട്ടുള്ളത്. ഇവിടെ കഴിഞ്ഞ ദിവസം അത്തച്ചമയം നടന്നു. അത്തച്ചമയത്തിന് പൂനെയിൽ നിന്നും ഒരു RSSൻ്റെ അനുഭാവികളായ നാസിക് ദോൾ സംഘത്തെ ഇവിടെ കൊണ്ടുവന്നു. 4 ലക്ഷം രൂപ കൊടുത്തു. ഒരു മാസം തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റിയിൽ 328 കുടുംബങ്ങൾക്ക് ആശ്രയ കിറ്റ് വിതരണം ചെയ്യാൻ ആകെ 2,60,000 രൂപ ആവശ്യമുള്ളൂ. 8 മാസമായി ഈ തുക കെട്ടിക്കിടക്കുകയാണ്. ആ CDSകൾക്കാണ് ഏകദേശം 9 ലക്ഷത്തോളം രൂപ ഓരോ CDSനും പൈസ കൊടുക്കാനുണ്ട്. അത് കൊടുക്കാത്തത് കൊണ്ടാണ് ഇത് സപ്ലൈ ചെയ്യുന്ന സ്ഥാപനം ഇവിടെ കിറ്റ് നൽകാത്തത്. അപ്പോൾ ഓണക്കാലത്ത് എല്ലാവർക്കും സമൃദ്ധി ഉള്ള ഒരു സമയമാണ് ഓണം എന്നുള്ളത്. ആ ഓണക്കാലത്ത് ഓണം ആരംഭിക്കുന്ന തൃപ്പൂണിത്തുറയിൽ 328 കുടുംബങ്ങൾ പരമദയനീയമായ അവസ്ഥയിലേക്ക് മാറുകയാണ്. ഓണനാളുകളിലാണ് അവർക്ക് തെരുവിലിറങ്ങി പ്രതിഷേധിക്കേണ്ടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയത് എന്നുള്ളതാണ് ഭരണ നേതൃത്വത്തിൻ്റെ ക്രൂരത എന്ന് തന്നെയാണ് കൗൺസിലർമാർ വിശേഷിപ്പിക്കുന്നത്. ഏതായാലും ഈ സാഹചര്യത്തിൽ സമരം ഇനിയും ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടെങ്കിൽ സമരം തുടരാൻ തന്നെയാണ് LDFൻ്റെയും തീരുമാനം. തൃപ്പൂണിത്തുറയിൽ നിന്നും ക്യാമറാമാൻ ബാദലിനൊപ്പം KM ഉമേഷ്, കൈരളി ന്യൂസ്.